എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞങ്ങൾ തിരുവല്ലയിൽ നിന്നും തിരിച്ച് തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നു. മൂത്ത മകൻ്റെ വീട്ടിൽ കുറച്ച് ലേറ്റായിട്ടാണ് എത്തിയത്. അവിടുന്ന് 5 മണിക്ക് തിരിച്ചെങ്കിലും വഴിനീളെ ഘോഷയാത്രകൾ ഉണ്ടായിരുന്നതുകൊണ്ട് ഒരുപാട് ബ്ലോക്ക് ഉണ്ടായി. അതുകൊണ്ട് 2 മണിക്കൂർ ലേറ്റായിട്ടാണ് ഞങ്ങൾ എത്തിയത്. ഇവിടെ എത്തി പിന്നെ 10 മണിയായപ്പോൾ എത്തി. കുറച്ച് കുശല പ്രശ്നങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കിടന്നുറങ്ങി നേരം വെളുത്തു. ഇപ്പോൾ പാറക്കോവിൽ, അവിടെയാണ് പാറക്കോവിൽ. ആ പാറയുടെ മുകളിൽ കാണുന്നതാണ് പാറക്കോവിൽ ശ്രീകൃഷ്ണക്ഷേത്രം. അവിടെ കുളം, അവിടുന്ന് നല്ല ഭക്തിസാന്ദ്രമായ കാറ്റ്, ഗാനങ്ങൾ, കീർത്തനങ്ങളൊക്കെ ഒഴുകി വരും. ഈ ചാമ്പയാണ് കഴിഞ്ഞ പോലെ ഞാൻ തമ്മിലിട്ടിരുന്നു. നിറച്ച് ചാമ്പയ്ക്ക ഉണ്ടാകുന്ന ചാമ്പയാണ്. ഇപ്പോൾ മുള്ളത്തെ നിലയെ ബാൽക്കണി ഭയങ്കര വെയിലാണ് കേട്ടോ. ഇവിടെ അവിടെ ടോബി ആയിരുന്നെങ്കിൽ ഇവിടെ ഒരു മാക്സിൻ്റെ കുര കേട്ടാൽ തന്നെ പേടിക്കും. മാക്സിനെ പേടിച്ച് ഞാൻ മുകളിൽ തന്നെ ഇരിക്കുകയാണ്. അവനെ പൂട്ടിയിടാനൊന്നും അവനധികം ഇഷ്ടമില്ല. വെയിൽ കൊണ്ട് ഗാർഡനൊന്നും കിട്ടുന്നില്ല. നല്ല ഗാർഡനായിരുന്നു. 100-300 ചെടിച്ചട്ടി ഉണ്ടായിരുന്നു. അതെല്ലാം ഇപ്പോൾ മാനേജ് ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് ആർക്കൊക്കെ കൊടുത്തു എന്ന് പറഞ്ഞു. കഴിഞ്ഞ തവണ വന്നപ്പോഴൊക്കെ നിറയെ ഗാർഡനായിരുന്നു. ഇത് റോഡാണ്, വാഹനങ്ങൾ നിറയെ പോകുന്ന റോഡ്. എന്നാൽ പട്ടണത്തിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും ഉണ്ട് ഇവിടെ. പട്ടണത്തിൻ്റെ എല്ലാ സൗകര്യങ്ങളുമുണ്ട്. എന്നാൽ ഗ്രാമപ്രദേശമാണെന്ന് വേണേൽ പറയാം. അങ്ങനെയാണ്. അത് നോക്കൂ, റോഡാണ്, മെയിൻ റോഡ്. വാഹനങ്ങൾ ഇഷ്ടം പോലെ പോകുന്നു. ലൈൻ ബസ് ഇഷ്ടം പോലെ പോകുന്ന റോഡാണ് ഇത്. മാവേന്ന് കാർപോർട്ടിലേക്ക് ഇലകൾ വീണ് കിടക്കുകയാണ്. അവിടെ കിണറിൻ്റെ കുറച്ചേ കാണുന്നുള്ളൂ കണ്ടോ. ആ റൗണ്ട് പോലെ കാണുന്ന കിണറാണ്. അപ്പം ഞാൻ മുകളിലത്തെ നിലയിൽ തന്നെ നിൽക്കുകയാണ്, മാക്സിനെ പേടിച്ച്. ടോബിക്ക് നല്ല പക്വത ഉണ്ടായിരുന്നു. മാക്സിന് അതില്ല. ടോബിക്ക് 6 വയസ്സുണ്ട്, മാക്സിന് 1 വയസ്സേ ഉള്ളൂ. പക്ഷെ ടോബിയെക്കാട്ടി വലുതാവൻ. ഉണ്ടോ? ഇതെല്ലാം ഫ്ലാറ്റുകളും ഒക്കെയാണ്. നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് ഹൗസാണ്. ഇതുണ്ടോ, എല്ലാ സമയത്തും പൂവുണ്ടാകുന്ന ഒരു കൊന്നയാണത്. ഇവിടെ എപ്പോഴും ഈ ആംബുലൻസിൻ്റെ ശബ്ദവും വാഹനങ്ങളുടെ ശബ്ദവും ഒക്കെയാണ്. അതൊരു വീട്. ഇപ്പോൾ അവിടെ താമസമില്ല. അവർ വേറെ വലിയ വീട് വെച്ച് മാറി. നല്ലൊരു അയൽവക്കമായിരുന്നു. വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു അയൽവക്കമായിരുന്നു. ഇതിൽ നിറയെ വാഹനങ്ങൾ എപ്പോഴും പോകും. അപ്പോൾ ഞാൻ ഓരോ ദിവസമായിട്ട്, ഇവർക്കും ഇഷ്ടമല്ല വീഡിയോ ഒന്നും എടുക്കുന്നതും പബ്ലിസിറ്റി ഒന്നും. അതുകൊണ്ട് ഞാൻ അങ്ങനെ അധികം ഒന്നും എടുക്കുകയില്ല. 1-2 വീഡിയോ ഒക്കെ ഇവിടുന്ന് ഞാൻ എടുക്കാം. 3 മക്കൾക്കും ഇഷ്ടമല്ല ഇതൊന്നും ചെയ്യുന്നത്. നമുക്ക് അകത്തേക്ക് കയറാം. അകത്തേക്ക് കയറിയാണെങ്കിൽ എടുക്കാനും പറ്റില്ല. കള്ളകൃഷ്ണൻ ഇവിടെ നിൽപ്പുണ്ട്. കണ്ണ, ഭഗവാനെ രക്ഷിക്കണേ കൃഷ്ണ. ഇന്നലെ അവൻ്റെ പിറന്നാളായിരുന്നോണ്ടുള്ള സന്തോഷം ഇന്ന് കണ്ടില്ലേ. ഇത് പൂജാമുറി. ഇതൊന്ന് അങ്ങോട്ട് തുറന്നാൽ തുറക്കുന്നില്ല. ഈ
ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നല്ല രസമില്ലേ ഭിത്തിയിൽ? മയിൽപ്പീലി കൊണ്ടുള്ള ആണ്. താഴേക്ക് എല്ലാ സ്റ്റെപ്പ് ഇറങ്ങാം. നോക്കട്ടെ, ഇറങ്ങി നോക്കട്ടെ. എനിക്ക് മാത്സിനെ പേടിയാണ്, എന്നാലും ഞാൻ താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങട്ടെ. കൃഷ്ണ, നമ്മുടെ മാഷ് ഇതാ നടക്കുന്നു പരിക്കാത്തോട് ഉണ്ടാവാൻ. പിള്ളേർ പുറത്തേക്ക് പോയ ലാക്കിന് ഞാനേ എടുക്കട്ടെ. ഇതൊക്കെ പേരക്കുട്ടി കളർ ചെയ്തതാ കേട്ടോ. ഇതെല്ലാം മോള് പേരക്കുട്ടി കളർ ചെയ്തതാ. ഇവിടെ ഒരു ലേഡി വരുന്നുണ്ട്, ചെറുപ്പക്കാരി പെൺകുട്ടിയാണ്, നല്ല കുക്കിങ്ങാണ്. അതിൻ്റെ പാചകത്തിൻ്റെ രുചിയൊക്കെ നോക്കട്ടെ. മാത്സിനെ ഒന്ന്, ഇതൊക്കെ എൻ്റെ പേരക്കുട്ടി പെയിൻറ്റ് ചെയ്തതാണ്. താഴേക്ക് വന്നു. ഇത് അവൾ ചെയ്തതൊന്നും അല്ല കേട്ടോ, മോള് ചെയ്തതൊന്നും അല്ല ഇത്. മാഷ് മാത്സുമായിട്ടങ്ങ് ഇണങ്ങിച്ചേർന്നു. ഇത് താഴത്തെ നിലയിലെ ഡൈനിങ് ഹാളാണ് കേട്ടോ. അതിൻ്റെ അപ്പുറത്തോട്ടൊന്നും ഞാൻ കയറുന്നില്ല, അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഇവിടെ മുഴുവനും എൻ്റെ പേരക്കുട്ടിയുടെ ഇതായിരുന്നു, ട്രോഫികളും മെഡലുകളും ഒക്കെ ആയിരുന്നു. അതൊക്കെ അവർ മാറ്റി. ഇപ്പം ഈ അതെവിടേക്കോ കൊണ്ടെല്ലാം കൂടെ വെച്ചു. ഇത് ഡൈനിങ് ടേബിൾ, ഇത് ഡൈനിങ് റൂമാണ്. ഞാൻ മുകളിലത്തെ നിലയിൽ നിങ്ങളെ കാണിച്ച കിണറാണിത്, കണ്ടോ? ഇതൊക്കെ ഉള്ളിൽ നിന്നും കാണാം. വെളിയിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഉള്ളിൽ നിന്നും കാണാം, ക്യാമറയുള്ളതുകൊണ്ട്. അടുക്കളയുടെ അകത്തോട്ടൊന്ന് കയറി നോക്കട്ടെ. കയറുന്നില്ല, അടുക്കളയൊക്കെ കാണിച്ചിട്ട് കേട്ടോ, അവർക്ക് ഇഷ്ടപ്പെട്ടില്ലേലും. ഈ അടുക്കളയൊന്നും ഒരു ദിവസം ഞാൻ എന്തെങ്കിലും ഒന്ന് കുക്ക് ചെയ്യും, ഉറപ്പാണ്. എന്താ നമ്മുടെ മാഷ് വാതൊക്കെ നിൽക്കുകയാണ്. മാത്സ് എന്തിയാ മാഷേ? മാത്സ് എവിടെ? ഇതാ മാത്സ് ഇരിക്കുന്ന കണ്ടോ, നമ്മുടെ ടൂബിയെ പോലെ തന്നെയുണ്ട് കണ്ടോ. പക്ഷെ അവനെപ്പോലെ ഇവൻ കുഞ്ഞാ, എന്നെ കണ്ടാൽ കുരയ്ക്കും, എനിക്കതാ പേടി. ഇതാ ഉണ്ടോ, ഇവൻ കുഞ്ഞാ, ഇവനെ കുഞ്ഞാ. ഇത് കാരണം കേട്ടോ നിൽക്കുന്നത്. കണ്ടാൽ ടോബിയെ പോലെ തന്നെയില്ലേ, പക്ഷേ ഇവന് 1 വയസ്സേ ഉള്ളൂ, ടോബിക്ക് 6 വയസ്സുണ്ട്. ആ വ്യത്യാസമുണ്ട്. പോയി ദൈവമൊന്ന് പേടിയായിരുന്നു എനിക്ക്. എനിക്ക് വെളിയിലോട്ട് ഇറങ്ങാൻ പേടിയാണ്. നമുക്ക് ഉടനെ വരും. ഇത് താഴത്തെ നിലയിൽ സിറ്റ് ഔട്ട്. വരുന്നുണ്ട് കണ്ടോ, എന്നെ കണ്ടതും വന്നുകൊണ്ട്, അമ്മാ ഞാൻ വെളിയിലോട്ട് ഇറങ്ങുന്ന കണ്ടതും അവൻ ഓടി വന്നു. എനിക്ക് പേടിയാണ് കേട്ടോ. ടാറ്റ പറ, 5 പറ. ഇവൻ രാവിലെ പേപ്പർ എടുത്തുകൊണ്ട് കൊടുക്കും. ബിസ്ക്കറ്റ് കൊടുത്താൽ മാത്രമേ പേപ്പർ കയ്യിൽ കൊടുക്കുകയുള്ളൂ. രാവിലെ പ്രഭാത കൃത്യങ്ങളൊക്കെ കുറച്ച് ഇവരെയൊക്കെ സഹായിക്കും. പേപ്പർ എടുത്തുകൊണ്ട് കൊടുക്കുക, അത് ചെയ്യുക, ഇത് ചെയ്യുക ഒക്കെ അവൻ ചെയ്യും. കണ്ടിട്ട് നിങ്ങൾക്ക് ടോബിയെ പോലെ തന്നെ തോന്നില്ലേ? ഇവൻ കുഞ്ഞാണ്, ആ ചാട്ടമാണ് അവന്. പക്ഷേ എനിക്ക് പേടി എന്നറിയാം, ഇത് ചാടി എൻ്റെ മേത്തോട്ടെങ്ങാനും കയറിയെങ്കിൽ ഞാൻ താഴെ വീഴുകയില്ലേ, ആ പേടിയാണ്. ഇവിടെ താഴെ ഈ മുറ്റത്ത് നിറയെ ചെടികളല്ല, മുകളിൽ ഞാൻ കാണിച്ച ചാമ്പ ചെയ്തു കേട്ടോ. ഇവിടെ മുറ്റത്ത് മുഴുവൻ എന്ന് വെച്ചാൽ ഫുള്ള് ചെടിയായിരുന്നു. അതെല്ലാം ഇപ്പോൾ ഈ ഫ്രണ്ടിൽ ഇവിടെയും ഒരു വണ്ടി ഇടണമായിരുന്നു. അത് കാരണം കൊണ്ട് അതെല്ലാം മാറ്റി ഇവിടെ ഇങ്ങനെ സൗകര്യപ്പെടുത്തിയതാണ്. അല്ലായിരുന്നെങ്കിൽ ചെടികൾ നിറയെ അത് ആർക്കൊക്കെയോ കൊടുത്തു അവർ കേട്ടോ. അവൻ പോയത് ഞാൻ കതവ് തുറന്നാൽ ഉടനെ അവൻ വരും. ഭയങ്കര സൂത്രശാലിയാണ്. കതവ് തുറന്നാൽ ഉടനെ അവൻ വരും.
കാർപോർട്ടിലോട്ട് പോയി ഇതാണ്ടോ 2 വണ്ടിയുടെ ഇടയിലായിട്ട് കയറി കിടക്കുകയാണ്. ഇത്രയാണ് ഇവിടുത്തെ ഇന്നത്തെ വിശേഷങ്ങൾ. ചെടികൾ ഇവിടെ ഒരു വാഹനം കൂടെ കിടപ്പുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു വണ്ടിയും കൂടി ഇടുന്നുണ്ട്. അത് കാരണം ഇവിടുന്ന് ചെടികളെല്ലാം മാറ്റി. ഇവനെ പേടിച്ചിട്ടേ അത് അവൻ്റെ തുടലും കാര്യങ്ങളും ചങ്ങലയൊക്കെയാണ്. ഇവിടെയാണ് ആ കുളവും അമ്പലമൊക്കെ ഞാൻ കാണിച്ചില്ലേ. എനിക്ക് വെളിയിലോട്ട് ഇറങ്ങി എടുക്കാൻ പേടിയാണ്. അവൻ ശരിയാക്കി കളയും. അപ്പോൾ ഇവിടെ പോയി കളിക്കുകയാണ്. ആംബുലൻസ് പോകുന്ന ശബ്ദമാണ്. ആംബുലൻസ് പോയ ശബ്ദമാണ് കേട്ടത്. അത് കേൾക്കുമ്പോൾ നമുക്കൊരു വിഷമമല്ലേ, ആംബുലൻസ് പോയ ശബ്ദം കേൾക്കുമ്പോൾ. അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യട്ടെ. അകത്തോട്ട് കയറട്ടെ. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ഇവിടെ ഓരോരുത്തർക്കും ഓരോ ജീവിത ശൈലിയും ജീവിത രീതികളും ഒക്കെ അല്ലേ. മക്കളുടെ ആയാലും ശരി, എല്ലാവരും വ്യത്യസ്തരല്ലേ. അപ്പോൾ വ്യത്യസ്തമായ ജീവിത രീതി, വ്യത്യസ്തമായ ജീവിത ശൈലി അല്ലേ. നമ്മൾ മക്കളുടെ അടുത്ത് വരുമ്പോൾ ഓരോ സ്ഥലത്തും ഓരോ രീതി അതിനെ ആയിട്ട് പൊരുത്തപ്പെട്ട് നമ്മളങ്ങനെ കുറച്ച് ദിവസം ഹാപ്പിയായിട്ട് ഇവിടെയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളങ്ങ് തിരിച്ച് പാലക്കാടേക്ക് പോയി വീണ്ടും ഞങ്ങൾ അങ്ങനെ ഏകാന്തവാസം തുടങ്ങും. പ്രായമായ അങ്ങനെ അല്ലേ. ആ മഞ്ഞ് കാണുന്നത് ഇന്നലത്തെ ഘോഷയാത്രയ്ക്കിട്ട കമാനങ്ങളൊക്കെ വെളിയിൽ മെയിൻ റോഡല്ലേ അവിടെ. അപ്പോൾ ഞാൻ ഈ വീഡിയോയോട് വൈൻഡപ്പ് ചെയ്യുന്നു. എന്നോട് നിങ്ങൾ കാണിക്കുന്ന സ്നേഹത്തിനും സഹകരണത്തിനുമൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സരസ്വതി ടീച്ചർ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.